SFIയെ കരിവാരിത്തേക്കാൻ നടക്കുന്ന ചിലർ ഇടതുപക്ഷത്ത് നിന്ന് വലതുപക്ഷത്തിന് സേവനം ചെയ്യുകയാണെന്ന് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ. വർഗീയ ഫാസിസ്റ്റ് ശക്തികളോടൊപ്പവും LDF വിരുദ്ധരോടൊപ്പവും തോൾചേർന്ന് നടത്തുന്ന പ്രവർത്തനങ്ങൾ ഇത്തരക്കാർ അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ ആവശ്യപ്പെട്ടു. വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും പ്രകോപനം സൃഷ്ടിക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കുകയും വലതുപക്ഷ ശക്തികൾക്ക് സഹായം ചെയ്യുകയും ചെയ്യുന്നത് ഇരിക്കുന്ന കൊമ്പ് മുറിക്കലാണെന്നും EP ജയരാജൻ ചൂണ്ടിക്കാട്ടുന്നു. ഇപ്പോൾ വിവരങ്ങളുമായി KG ദിനകർ ചേരുന്നു. ദിനകർ, കാനം രാജേന്ദ്രൻ അടക്കമുള്ള CPI നേതാക്കൾ കഴിഞ്ഞ ദിവസം ശക്തമായ വിമർശനം CPM-നെതിരെ നടത്തി. ഇതിനുള്ള മറുപടി കൂടിയാണോ EP ജയരാജന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്? എന്തൊക്കെ കാര്യങ്ങൾ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിക്കുന്നത്? ഇത് പരോക്ഷമായ ഒരു മറുപടിയായിട്ട് വേണം നമുക്ക് ഇതിനെ അനുമാനിക്കാൻ. SFIയുടെയും DYFIയുടെയും വർദ്ധിച്ച പിന്തുണയിലും വളർച്ചയിലും അസൂയ പൂണ്ടവരുടെ ആക്രോശങ്ങളും അബോധ പ്രചരണവും കേരളീയ സമൂഹത്തെ മലീമസമാക്കുകയാണെന്ന് അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിൽ ചൂണ്ടിക്കാട്ടുന്നു. തോളിലിരുന്ന് ചെവി തിന്നുന്ന മാനസികാവസ്ഥ ഇത്തരം ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ ബാധിക്കരുത്. ഇടതുപക്ഷത്ത് നിൽക്കുകയും അതേസമയം വലതുപക്ഷത്തിന് സേവനം ചെയ്യുകയുമാണ് SFIയെ കരിവാരിത്തേക്കാൻ നടക്കുന്ന ചിലർ എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. വിദ്യാർത്ഥി സമൂഹത്തിന്റെ ജീവൽ പ്രശ്നങ്ങളെ മുൻനിർത്തി തീക്ഷ്ണമായ സമരങ്ങൾ ഏറ്റെടുത്ത് വളർന്നു വന്ന SFI കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹം നെഞ്ചേറ്റി വളർത്തുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനമായതുകൊണ്ട് തന്നെയാണ് എല്ലാ സർവകലാശാലകളിലും ഭൂരിപക്ഷം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും അതിന്റെ വിജയപതാക പാറിക്കുന്നത് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. വർഗീയ ഫാസിസ്റ്റുകൾക്കെതിരെ ശക്തമായി പോരാടുന്ന DYFIയും SFIയും വർഗീയ വൈതാളികൾക്കും ഫാസിസ്റ്റുകൾക്കും അലോസരമാണ്. അത് അംഗീകരിക്കാനാകാത്തവർ വർഗീയ ഫാസിസ്റ്റ് ശക്തികളോടൊപ്പവും LDF വിരുദ്ധരോടൊപ്പവും തോൾ ചേർന്ന് നടത്തുന്ന പ്രകടനങ്ങൾ അവസാനിപ്പിക്കണം. ഒരു കോളേജിലെ സമരത്തെ സർക്കാർ വിരുദ്ധ കലാപമാക്കി മാറ്റി ആ സമരത്തിന് ഇടതുപക്ഷ മുഖം നൽകാനുള്ള ശ്രമം അത്തരക്കാരുടെ രാഷ്ട്രീയ ജീർണതയാണ് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. കേരള ലോ അക്കാദമിക്ക് ഭൂമി നൽകിയത് ആരാണ് എന്നത് രഹസ്യമല്ല. ആ ചെയ്തിയും അവസരവാദവും പുറത്തു വരുമ്പോൾ പ്രാശ്ചിത്തം ചെയ്യുവാൻ SFIയുടെയും DYFIയുടെയും മെക്കിട്ട് കയറുന്നത് രാഷ്ട്രീയ മര്യാദയുമല്ല എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. അതോടൊപ്പം വാക്കുകൊണ്ട് രാഷ്ട്രീയമായ ശ്രദ്ധ നേടാനുള്ള അഭ്യാസങ്ങൾ അതിരുവിടുന്നത് ശുഭകരമല്ല. സർക്കാരിനെ ദുർബലപ്പെടുത്തുന്ന ശത്രുക്കൾക്ക് ആയുധം നൽകുന്നത് അപലപനീയമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും പ്രകോപനം സൃഷ്ടിക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കുകയും വലതുപക്ഷ ശക്തികൾക്ക് സഹായം നൽകുകയും ചെയ്യുന്നത് മിതമായി പറഞ്ഞാൽ ഇരിക്കുന്ന കൊമ്പ് മുറിക്കാൻ നോക്കലാണ് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇടതുപക്ഷ ശക്തികളെ ദുർബലപ്പെടുത്തി ഫാസിസ്റ്റ് വർഗീയ ഭീകരതയ്ക്ക് വളക്കൂറുണ്ടാക്കി കൊടുക്കാനുള്ള ശ്രമങ്ങളിൽ നിന്നും ഇത്തരം ആളുകൾ പിന്മാറിയില്ലെങ്കിൽ ഇപ്പോൾ കൂടെ നിൽക്കുന്ന ചില്ലറ ആളുകൾ കൂടി പിരിഞ്ഞു പോകുന്ന ദയനീയ സ്ഥിതിയിലേക്ക് ചിലർ അധപ്പതിക്കും എന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അജിംഷാദ്. തീർച്ചയായും KG ദിനകറാണ് വിവരങ്ങൾ നൽകിയത്. CPIയുടെ ആക്രമണത്തിന് പരോക്ഷ മറുപടി നൽകി, ശക്തമായ മറുപടി നൽകി EP ജയരാജന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ഇതിന്റെ വിവരങ്ങളാണ് KG ദിനകർ നൽകിയത്.